നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇബ്രൂസ് ഡേവിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നാളെ തന്നെ വരാം, നാളെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കായി. ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് വന്നു. പിന്നെ നോയമ്പിൻ്റെ ക്ഷീണവും കൂടി എല്ലാം ആയപ്പോൾ സംഭവം നടന്നില്ല. നമുക്ക് ശ്രമിക്കാം. പിന്നെ കുറേ മറ്റുള്ള വീഡിയോസും കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കണ്ടു തീർക്കാൻ പറ്റി. അങ്ങനെ കുറേ സമയം കിട്ടിയോണ്ട് അങ്ങനെ കണ്ടു. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് അല്ലേ? നമുക്ക് ചെറിയ വിഷയങ്ങൾ വലുതാക്കി വലിയ പർവ്വതീകരിച്ച് കാണിച്ച് വെറുതെ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു പരിപാടി. ഇതിപ്പോൾ സിനിമ, രാഷ്ട്രീയം, സാമൂഹ്യം, പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, മതം, ഇതെല്ലാം കൂടി ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ ഓരോ അവരവരുടെ കാഴ്ചപ്പാടുകളായിരിക്കും അവർ പറയുന്നത്. അതായിരിക്കും നിങ്ങൾ പറഞ്ഞോളൂ. ഓരോരുത്തരൊന്ന് പറയാൻ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കണം എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനൊരു കൺഫ്യൂഷൻ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, അവർക്കുള്ള ബുദ്ധി തന്നെ നമുക്കുണ്ടല്ലോ. ബുദ്ധി ഇച്ചിരി കുറഞ്ഞും കൂടി ഇരിക്കുമെന്ന് ഉണ്ടാകാം, അല്ലെങ്കിൽ കുറച്ച് വിവരം കൂടി അവർക്കുണ്ടാകും, കുറച്ച് വിവരം നമുക്ക് കുറവായിരിക്കുമെന്നുണ്ടാകും. എന്നാൽ നമുക്ക് ചിന്തിക്കാനുള്ള ശക്തിയുള്ളൂ, ചിന്താശക്തിയുണ്ടല്ലോ. ആ ചിന്തിച്ച് അങ്ങനെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. ഏത് വിഷയത്തിലാണ് ഇപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ വിഷയമാണെങ്കിലും, രാഷ്ട്രീയപരമായ കാര്യങ്ങളാണെങ്കിലും, തൊഴിൽപരമാണെങ്കിലും, ആരോഗ്യപരമാണെങ്കിലും, ഇപ്പം ആരോഗ്യപരമായ കാര്യങ്ങൾ ആര് കാണണം, ഏത് ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കും, അതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളോ. ആരെങ്കിലുമൊക്കെ പറയണത് പോകേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ ആയുർവേദം പറയും, ഒരാൾ മറ്റേ അലോപ്പതി പറയും, ഒരാൾ യുനാനി പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് വിശ്വാസമുള്ളിടത്ത് നമുക്ക് പോകും. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കിത് തമാശയായിട്ട്, എനിക്ക് ഇതിൻ്റെ അത് വലിയ സീരിയസ് ഒന്നും തോന്നിയിട്ടില്ല. ഈ ഇതിലിരുന്നിട്ട് ഈ നെഗറ്റീവ് ഒരു മനുഷ്യനെ പ്രബോധനം നൽകുന്ന ഒരു വിഷയങ്ങളും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഖുർആനിൽ അങ്ങനെ പറയുന്നു, ഹദീസിൽ ഇങ്ങനെ പറയുന്നു, രാമായണം ഇങ്ങനെ പറയുന്നു, മഹാഭാരതം അങ്ങനെ പറയുന്നു, ബൈബിൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, ഉപനിഷത്ത് അങ്ങനെ പറയുന്നു, സനാതനം ഇങ്ങനെ പറയുന്നു, കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ പറയുന്നു, BJP ഇങ്ങനെ അവർ പറയുന്നു, ഇവർ പറയുന്നു, മറ്റൊരു പറയുന്നു, എല്ലാ നെഗറ്റീവ്സും ഇങ്ങനെ. ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആരെങ്കിലും പറയണം. ഒന്നാമത്തെ കാര്യം, നെഗറ്റീവ് പറയുമ്പോഴാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനൊക്കെ താല്പര്യം. ഈ നെഗറ്റീവ് പറയുന്നവർ, ഈ കേൾക്കുന്നവൻ്റെ അവൻ്റെ വിശ്വാസം എന്താണ്, അവൻ്റെ രാഷ്ട്രീയം എന്താണ്, അവൻ്റെ മതം എന്താണ്, അവൻ്റെ കുടുംബം എന്താണ്, അവൻ്റെ മാനസിക പ്രശ്നം, ഇതൊന്നും അവരന്വേഷിക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ. നിങ്ങളെല്ലാവരും മദ്രസയിൽ പോയി, മുസ്ലിമായിട്ടുള്ള എല്ലാവരും മദ്രസയിൽ പോയിട്ടല്ലേ മദ്രസ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത്. ഞങ്ങളും മദ്രസയിൽ പോയി വിദ്യാഭ്യാസം നടത്തിയ ആൾക്കാരാണ്. ഇപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥയായിരുന്ന ഒരു സ്ത്രീ പറയുന്നു, ജിഹാദികളെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ലവ് ജിഹാദുകൾ ഉണ്ടാകുന്ന മദ്രസകളിലാണ്. ഏത് സലഫി മസ്ജിദുകളുടെ കീഴിലുള്ള മദ്രസകളിൽ അവിടെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ക്ലാസ് കൊടുക്കുകയാണ്. എന്തിന്? നിങ്ങൾ മറ്റുള്ള മതത്തിലുള്ള പെൺകുട്ടികളെ പ്രണയിച്ചുകൊണ്ട് തന്നെ. അതേത് മൊഞ്ചുള്ള ചെറുക്കന്മാർ, അതായത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മൊഞ്ചുള്ള ചെറുക്കന്മാരെ അതിനായിട്ട് നിയോഗിക്കുക. എന്തൊക്കെ ഈ പറയണത്? ഞങ്ങളാരും പഠിച്ച കാലത്തൊന്നും ഉണ്ടായില്ലോ. ഒക്കെ അത് പഴയ കാലം. ഞങ്ങളുടെ മക്കളും പഠിച്ച മദ്രസയിലാണ്. അപ്പോഴും ഈ ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ പേരക്കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ഓൺലൈനിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ലവ് ജിഹാദ് ഇല്ലാത്തതെന്ന്. അങ്ങനെ പറയും വേണമെങ്കിൽ ചില ആൾക്കാർ. കുട്ടികളെ പ്രണയിക്കാൻ പരിശീലിക്കും. അതിന് പൈസ കൊടുക്കുന്നത് വേണം. പൈസ ഇടുന്ന വരണമെന്ന് അവർക്കറിയില്ല, നമുക്കറിയില്ല പൈസ ഇടുന്ന വരണമെന്നുള്ള കാര്യം. ഒരു കാര്യമായിരുന്നു ഈ മദ്രസ പഠിക്കുന്ന പിള്ളേർ ഒരു 10 വയസ്സ് വരെയൊക്കെ മദ്രസ പഠിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അവർ ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകും. പെൺകുട്ടികൾ പ്രത്യേകിച്ച് 10 വയസ്സിൽ അപ്പുറത്തേക്ക് പെൺകുട്ടികൾ മദ്രസയിൽ പോയി പഠിക്കാറില്ല. പിന്നെ ദർസിൽ വരുന്ന ആൺകുട്ടികൾ അതൊരു 18 വയസ്സ് 19 വയസ്സ്, മാക്സിമം 20 വയസ്സുള്ള ആൺകുട്ടികൾ. ഇവർക്ക് ആരെ പ്രണയിച്ചു കൊണ്ടുവരുന്നതാണ്. വെറുതെ ഒരു ലോജിക്കില്ലാത്ത, ഒരു അടിസ്ഥാനമില്ലാത്ത ഓരോ കാര്യങ്ങൾ. അത് സാധാരണ ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് വലിയ വിദ്യാഭ്യാസവും വിവരവും വലിയ ഉദ്യോഗസ്ഥരുമായിരുന്ന ആളുകളാണ് ഇതൊക്കെ പറയണത്. പിന്നെ വേറൊരു കൂട്ടർ വെല്ലുവിളികൾ എന്താ? ഖുർആൻ കത്തിക്കാൻ പറ്റുമോ, മഹാഭാരതം കത്തിക്കുമോ, രാമായണം കത്തിക്കുമോ? ഇന്നത്തെ കത്താത്ത സാധനമാണ്. അത് കത്തുമല്ലോ, അത് പേപ്പറല്ലേ, കടലാസല്ലേ. ഇപ്പോൾ ഖുർആനും വേണം കത്തിക്കാം, മഹാഭാരതം കത്തിക്കാം, ഉപനിഷത്തും കത്തിക്കാം, സനാതന ധർമ്മവും കത്തിക്കാം, ബൈബിൾ എന്ത് വേണമെങ്കിലും കത്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അത് മത്സരത്തിന് വേണ്ടി അല്ലെങ്കിൽ വെല്ലുവിളിച്ചിട്ട് നിനക്ക് കത്തിക്കാൻ പറ്റുമോ, നിങ്ങളുടെ ധൈര്യം കൊണ്ട് കത്തിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് മത്സരമായിട്ടൊന്നും ഗുസ്തിയൊന്നും അല്ലല്ലോ. ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളല്ലേ. ഞാൻ വിശ്വസിക്കുന്നതിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ അത് കത്തിച്ച് കാണിക്കാവോ, അത് വെടിവെച്ച് കാണിക്കാവോ, അത് പൊട്ടിച്ച് കാണിക്കാവോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പണ്ട് ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ കായിക പഠിത്തം കഴിഞ്ഞിട്ട് അതിന് ഖുർആനിലേക്ക് കിടക്കുമല്ലോ. മുസാബ് വന്നു. മുസാബ് വാങ്ങുമ്പോൾ 5 ജ്യൂസ് 10 ജ്യൂസ് 15 അങ്ങനത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മുസാബ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയാണ് തരിക.
അപ്പോൾ ഇത് നമ്മൾ പിള്ളേ കുട്ടികളല്ലേ, അതിങ്ങനെ കൊണ്ടുവരുന്ന അങ്ങോട്ടായി ഇങ്ങോട്ടായി അതിൻ്റെ പുറഞ്ചിട്ട് പോകും, പിന്നെ ഒരു പേജ് പോകും, പിന്നെ 2 പേജ് പോകും, പിന്നെ 4-5 പേജൊക്കെ ഇങ്ങനെ പോകും. ഈ പോകണതൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് ബാക്കിയും കൊണ്ടായിരിക്കും മദ്രസയിൽ പോകും. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ പറന്ന് കിടക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും താഴെ ചവിട്ടുമല്ലോ, ഖുർആനായത്തുകളല്ലേ, അപ്പോൾ ചവിട്ടും, നിലത്തിട്ട് ചവിട്ടും. അപ്പോൾ വീട്ടിലുള്ളവർ പറയും അത് നിലത്തിട്ട് ചവിട്ടാ, അത് കത്തിച്ചിടാം അങ്ങോട്ടെന്ന് പറയും. അത് കത്തിച്ചിടാന്ന് വെച്ചാൽ അത് ഖുർആനല്ല, അങ്ങോട്ട് കത്തിച്ചിടന്നില്ല, അങ്ങനെയല്ല. അതാരും ചവിട്ടണ്ട, അത് നമ്മൾ ഖുർആൻ്റെ അല്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളല്ല, അത് നിലത്തിട്ട് ചവിട്ടണ്ട, അതുകൊണ്ട് കത്തിച്ച് കളയാൻ തീർന്നില്ല, കത്തിച്ച് കളയാൻ പഴയ സാധനമല്ലേ, പേപ്പറല്ലേ, അതുകൊണ്ട് കത്തിച്ച് കളഞ്ഞു. അതും ലോകത്ത് കത്തിച്ച് കളഞ്ഞാൽ ഒരു ഖുർആൻ മാത്രമല്ല, ഒരു ഖുർആൻ കത്തിച്ച് കളഞ്ഞാൽ പിന്നെ കോടിക്കണക്കിന് ഖുർആൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ബൈബിളുണ്ട്. അതൊക്കെ വെറുതെ ഓരോരോ എന്തിനാ. ഓക്കെ, അത് വിടുക. ഇതിപ്പോ റമദാന്റെ കാലമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പരിപാടി ഈ റമദാനെ പുച്ഛിക്കുക, നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചാണ്. പട്ടിണി കിടന്നു ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എന്നിട്ട് രാത്രി കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ നേരം വെളുക്കോളം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇറച്ചി ചോറും നെയ്ച്ചോറും ബിരിയാണി അങ്ങനെ കഴിക്കുക, അതിനെ പരിഹസിക്കുക. ഈ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് അതൊരു പ്രാർത്ഥനയാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പട്ടിണി കിടക്കലല്ല. അങ്ങനെ പട്ടിണിയുടെ കാര്യമാണെങ്കിൽ എത്രയോ രാജ്യങ്ങളിൽ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്രയോ കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇരുന്ന് പറയുന്ന അവരുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എത്രയോ ആളുകൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നുണ്ടാവും. അതൊന്നും നോമ്പല്ല. റമദാൻ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് നിയത്ത് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന സുബഹി നിസ്കാരം മുതൽ മഗ്‌രിബ് നിസ്കാരം വരെ അതിൻ്റെ ഇടയിൽ അന്നപാനാദികൾ ഉപേക്ഷിച്ച്, മനുഷ്യൻ്റെ ശരീര ഇച്ഛകളെല്ലാം ഉപേക്ഷിച്ച്, മാനസികമായ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ട് കർമ്മനിരതരായി അല്ലെങ്കിൽ പ്രാർത്ഥനാനിരതമായി കഴിച്ചു കൂട്ടുന്ന ദിവസങ്ങളിൽ പകലുകളും രാത്രികളും ഒക്കെയാണ് റമദാൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ പകൽ പട്ടിണി കിടന്നുകൊണ്ട് മാത്രമേ അത് നോയമ്പാകുന്നില്ല. അതിൻ്റെ രീതിക്കനുസരിച്ച് ചെയ്യുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന രാത്രി എന്ത് പൊട്ടത്തരങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരു മനുഷ്യൻ എത്ര ഭക്ഷണം കഴിക്കും? അത് 10 ദിവസം പട്ടിണി കിടന്നാലും ആ മനുഷ്യൻ്റെ വയറ്റിൽ കൊള്ളണമല്ലേ ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സന്ധ്യയാക്കുക നോമ്പ് തുറക്കുന്നു, 6:40 നോമ്പ് തുറക്കും. നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും വാരി വലിച്ച് കഴിച്ചു എന്ന് വിചാരിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം കഴിഞ്ഞാൽ ഇത് ദഹിച്ചിട്ടില്ല അടുത്ത് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഒരു കാരക്കായോ ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉന്നക്കായോ ഒരു സമൂസയോ ഒരു കട്ട്ലറ്റോ എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയറ് ഏതാണ്ട് ഫുള്ളാവും. പിന്നെ നിസ്കാരവും കഴിഞ്ഞ് ഇശാസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും ആളുകൾ അത്താഴം കഴിക്കുക. അത്താഴമല്ല, ഈ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വല്ല പത്തിരി ഇറച്ചിയോ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഇതും കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഞ്ഞി, കാരണം ഈ കഞ്ഞി കുടിച്ച ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവില്ല നേരിട്ടായിരിക്കും ഒരു പക്ഷേ ജീരക കഞ്ഞി കുടിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇടത്താഴം കഴിക്കണ ആരാ? വളരെ അപൂർവം ആളുകളെ ഇടത്താഴം കഴിക്കുക. ഇടത്താഴം സുന്നത്താണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിൽ ആൾക്കാർ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുക, കാരണം ആ സമയത്ത് എഴുന്നേറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊക്കെ സംബന്ധിച്ച് ചായ കുടിക്കുക, അല്ലെങ്കിൽ അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കുക. അതിൻ്റെ പ്രത്യേകമുള്ള കഴിക്കണമെന്നില്ല. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിനെ പുച്ഛിച്ചാൻ ഇപ്പം ഈ റമദാൻ്റെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഒരുപാട് പ്രശ്നം. ആളുകൾ ഇങ്ങനെ ഈ സ്പർദ്ധ, ആളുകൾ തമ്മിലുള്ള മതപരമായ സ്പർദ്ധ, വൈരാഗ്യം, ശത്രുത വളർത്തിയെടുത്ത് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമായിരിക്കും. ഇതൊക്കെ ഇവർ ശ്രമിക്കുമ്പോഴും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തെ ഇത് ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ വീഡിയോയിൽ ഇവരുടെ ഈ പ്രസംഗങ്ങൾ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഇവരുടെ കണ്ടെത്തലുകളും ഇവരുടെ നിഗമനങ്ങളും മാത്രമല്ലല്ലോ കാണുന്നത്. ഈ പറയുന്ന നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മറ്റുള്ള എക്സ് മുസ്ലിംസോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ആരെങ്കിലും ആയിക്കോട്ടെ. കോഴിക്കോട് കാപ്പാട് താവണ്ടി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. താവണ്ടി എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഞാൻ TV കണ്ട. ആ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ഒരു നോമ്പ് തുറ. ആഹാ, എന്താ അല്ലേ ആ സങ്കല്പം, ആ ഒരു സുഖം, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ആസ്വാദനം, അതിൻ്റെ ഒരു എന്തോ രസം. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ ചുറ്റുവട്ടത്തുള്ള ചുറ്റുവട്ടത്തുള്ള മഹല്ലുകൾ, ആ മഹല്ല് മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള മഹല്ലുകളിലെ എല്ലാ മുസ്ലിമുകളെയും എല്ലാ മതസ്ഥരെയും വിളിച്ച് അവർക്ക് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ആ സമയത്ത് 6:40 ബാങ്ക് വിളിക്കുമ്പോൾ കാരക്കാതിൽ നിന്നോ താരകാവെള്ളം കുടിക്കുന്നോ ജ്യൂസ് കുടിക്കുന്നോ ഭക്ഷണം കഴിക്കുന്നു. അതെല്ലാവരും ഒത്തൊരുമിച്ച് എന്നിട്ട് അതിനെ പറ്റിയുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ ഈ മതേതരത്വം നിലനിൽക്കുന്ന കേരളത്തിൽ ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിട്ട് എത്ര വർഷം? 5-10 വർഷം, 10 അല്ലെങ്കിൽ 10, 12, 15 വർഷം. ഈ 15 വർഷത്തിനിടയിലാണ് ഇങ്ങനത്തെ രൂക്ഷമായ ഈ മതവിദ്വേഷം വളർത്തലും മതസ്പർദ്ധ വളർത്തലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ഇത് ഞാനെന്താ മതത്തിന്റെ കാര്യം വേണമെന്ന് ആളുകൾ ചോദിക്കണം. പക്ഷെ ഞാൻ അതിന് ഏറ്റവും പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള പ്രശ്നം അതാണ്.
ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധമായ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും നോവലിനെ കുറിച്ചോ പുസ്തകത്തെക്കുറിച്ചോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത്രയും പ്രൊവോക്കേറ്റീവ് ആയില്ല ജനങ്ങൾ. മതം അതിനെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിനാണ് ആളുകൾ ആ സാധനം എടുത്തിട്ട് കളിക്കുന്നതാണ്. മറ്റുള്ളവനെ പ്രൊവോക്കേറ്റ് ചെയ്യുക, അവനിങ്ങനെ ഇളക്കുക, അവൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്പർദ്ധ വളർത്തുക, ശത്രുത ഉണ്ടാക്കുക, ഇങ്ങനെ തമ്മി തല്ലിക്കുക, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കും അല്ലേ. ഈ പറയുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്നുണ്ടോ? ഇവരുടെ പിന്നാലെ ആരെങ്കിലും പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പിന്നാലെ കുറച്ച് ആളുകൾ കുറേ ഈ പറഞ്ഞ പോലെ അവരുടെ സുഖം കിട്ടും, ആ സുഖത്തിൻ്റെ പുറകെ കുറേ ആൾക്കാർ, അത്രേ ഉള്ളൂ. അല്ല ഇതിൻ്റെ പിന്നാലെ സ്ഥിരമായിട്ടൊന്നും ആരും ഉണ്ടാകുന്നില്ല. വിശ്വാസികളെന്നും വിശ്വാസികൾ തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ ചീരുള്ളി വ്ളോഗ്സ് എന്നിട്ട് ഒരു അമ്മയും മോനും ആ ഹസ്ബൻഡ് വൈഫും കൂടെ ഒരു വ്ളോഗിയുണ്ട്. അവർ കുറേ ഈ നാടൻ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അവരുടെ നോമ്പ് പിടിക്കലും നോമ്പ് തുറക്കലും കാണിച്ചു. അതായത് രാവിലെ 4 മണി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആവേശം അവരുടെ പറച്ചിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ഉണ്ട്. ഒരാൾ തലവേദന ഉണ്ട്, കുറച്ച് തലവേദന ഉണ്ട്, കുറച്ച് ക്ഷീണമുണ്ട്, എനിക്ക് വലിയ പ്രശ്നമില്ല, എന്നാലും വീട്ടിൽ ജോലിയൊക്കെ ചെയ്തപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ പോലെ ക്ഷീണം, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ നോമ്പ് പിടിച്ച് ജീവിച്ചാൽ നമുക്കറിയാമല്ലോ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫീൽ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഞാനിങ്ങനെ പറയുന്നത് നീണ്ടുപോവുക. അപ്പോൾ അത് അവർ 4 മണിക്ക് എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം നോമ്പ് പിടിക്കുന്നു, എന്നിട്ട് രാവിലെ എണീറ്റ് അവരെ ജോലിയൊക്കെ ചെയ്യുന്നു, പിന്നെ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അതിനുള്ള 10 മണി അതിന് ശേഷം കഴിക്കാനുള്ള. അപ്പോൾ ഒന്നാം തുറ, രണ്ടാം തുറ, ആദ്യത്തെ ചെറിയ തുറക്കമുള്ള സാധനങ്ങളും രണ്ടാമത് വലിയ തുറക്കമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അത് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവർ നോമ്പ് തുറക്കുന്നു. അതുപോലെ തന്നെ വേറെ കണ്ണൂർ ഫാമിലി അവർ ഇതുപോലെ നോമ്പ് പിടിച്ച് എല്ലാ ജോലിയൊക്കെ ചെയ്യുന്നു, അവർ അത്താഴം കഴിക്കുന്നു, എന്നിട്ട് അവർ നോമ്പനുഷ്ഠിക്കുന്ന 2 ചെറിയ ആൺകുട്ടികളും ഉണ്ടാക്കി കൊടുത്തിരി നോമ്പ് പിടിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അവർ നോമ്പ് പിടിക്കുന്ന അതൊക്കെ വളരെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി. എന്നിട്ട് അവർ പറയുന്ന ഇടക്കിടക്ക് പറയാനുണ്ട്, 2 കൂട്ടരും ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്, ഓ പടച്ചവൻ്റെ സ്തുതി, ഞങ്ങളുടെ നോമ്പ് പൂർണ്ണമാക്കി തന്നല്ലോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികൾ പരസ്പരം സ്നേഹിച്ചൊക്കെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കുറേ ആൾക്കാർ തെറി കേൾക്കാം, അത് നിങ്ങൾക്കൊരു സുഖം ഉണ്ടാകും, അങ്ങനെ ഒരു കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ആളുകൾ ഈ കേൾക്കുന്നവൻ്റെ വിശ്വാസത്തെ ഹനിക്കുന്നുണ്ടോ, അവൻ്റെ കുടുംബത്തെ ഹനിക്കുന്നുണ്ടോ, അവൻ്റെ മാനസികമായി അവനെ ഹനിക്കുന്നുണ്ടോ, അവനെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും. അതിൻ്റെ പേരിൽ കിട്ടുന്ന സാമൂഹ്യ പ്രതിബദ്ധത എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് നാട് നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനോ ഒന്നിനും അല്ലെന്ന് നമുക്കറിയാം. ഈ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം ആരും കാണുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളൊന്നും ഈ ഭാഗത്തുണ്ടായാലും ഒരു പക്ഷേ ഞാനും ഉണ്ടായാലും, പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടായാലൊന്നും എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ 4 വർഷമായിട്ട് വീഡിയോ TV ചാനലിൽ പരിപാടി ചെയ്തുകൊണ്ടിരുന്നാലും എനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും. അവരുടെ സാമ്പത്തികം എന്നുള്ളതിൻ്റെ പ്രത്യേകത അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് നെഗറ്റീവോ പോസിറ്റീവോ അത് അവരുടെ താല്പര്യങ്ങളനുസരിച്ചിരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം സമൂഹത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും സമുദായങ്ങളും സാമൂഹിക സംഘടനകളും സാംസ്കാരിക സംഘടനകളും സാമുദായിക സംഘടനകളും മതസംഘടനകളും എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഈ ലഹരിക്കെതിരായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ്. ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. കാരണം ലഹരിയുടെ പേരിലാണ് ഇവിടെ കൊലപാതകങ്ങൾ. സ്വന്തം അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, കൂടപ്പുറപ്പുകളെ കൊല്ലുന്നു, കാമുകയെ കൊല്ലുന്നു, പണം കവരുന്നു, ബാങ്ക് കുറച്ചിടുന്നു, കൂട്ടുകാരനെ കൊല്ലുന്നു, തല്ലുന്നു, അടിപിടി ബഹളം. അപ്പോൾ അതൊന്ന് മാറാൻ, അല്ലെങ്കിൽ അത് ഒന്ന് കൺവിൻസ് ചെയ്യാൻ, ജനങ്ങളെ ബോധിപ്പിക്കാൻ, ഉദ്ബോധനം ചെയ്യാൻ, മയക്കുമരുന്നുകൾക്കെതിരായിട്ട് ബോധവൽക്കരണം നടത്താൻ എല്ലാവരുടെ ഭാഗത്തും ശ്രമം ഉണ്ടാകാൻ ഇതിനേക്കാളൊക്കെ ഗുണം ചെയ്യും അത്. കാരണം ഈ മതവും ജാതിയും പറഞ്ഞ് അതിൻ്റെ പേരിൽ കിട്ടുന്ന ചില്ലറയും മേടിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചില നൽകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് വൈരാഗ്യം വെക്കണ്ട. ഞാൻ ഇനി എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കണ്ടാൽ കേട്ടാൽ അത് മറ്റുള്ളവർക്ക് ദ്രോഹമാണ്, ഉപദ്രവമാണ്, മാനസികമായ സംഘർഷങ്ങൾ, വിഷമങ്ങൾ ഉണ്ടാകും തോന്നിയാൽ ഞാൻ പറയും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഡൺ. താങ്ക് യു.